പിന്നെ ഓർക്കുന്ന 2 സിനിമകളാണ്, ചെറിയ വേഷമാണെങ്കിൽ ഓർഡിനറിയും അയാളും ഞാനും തമ്മിൽ. അതിൽ എനിക്ക് തോന്നുന്നു ഹേമന്ത് അഭിനയിച്ച സിനിമ ഏറ്റവും വലിയ ഹിറ്റായ സിനിമ ഓർഡിനറി ആയിരിക്കും അല്ലേ? ഓർഡിനറിയിലെ അത് ഇത്രയും ആർട്ടിസ്റ്റുകൾ അതിന്റെ അകത്തുണ്ട്, അതിന്റെ ഒരു മെമ്മറി ഇങ്ങനെ. ആ സിനിമ എനിക്ക് തോന്നുന്നു അവസാനം എത്തിയാലാണ് ആ സിനിമയിലേക്ക് ഹേമന്ത് അല്ലേ? അത് പ്ലാൻ ചെയ്യുന്ന സമയത്തൊന്നും ഹേമന്ത് ഇല്ല, ഒരു ഭാഗ്യമാണ് ഹേമന്തിലേക്ക് എത്തിയത്. പലവരും ട്രൈ ചെയ്ത് പല ഡേറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ വന്നു ലാസ്റ്റ് മിനിറ്റില് ആ ക്യാരക്ടറിന്. അപ്പൊ ഞാൻ തൊട്ട് മുമ്പ് ഡോക്ടർ ലോ ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ സിനിമ ഇല്ല. അത് ഭയങ്കര കൂർ ക്യാരക്ടർ. അപ്പൊ ഡോക്ടർ ലോ ചെയ്യുമ്പോൾ ഞാൻ ഒരു ആക്സിഡന്റിൽ എന്റെ ഫോട്ടോഷൂട്ട് സമയത്ത് ഞാൻ സുഖിതനെ പരിചയപ്പെട്ടിരുന്നു. അപ്പൊ അന്ന് ഒരു ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു, ഒരു രാത്രി നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നെ വേറെ ബന്ധമൊന്നുമില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഈ ഓർഡിനറി കാസ്റ്റിംഗ് വരുമ്പോൾ ആ ഒരാൾ പിന്മാറിയപ്പോൾ അവർക്ക് വേറെ, അപ്പോൾ അവരെ പെട്ടെന്ന് തന്നെ ഓർത്തു. അന്ന് എനിക്ക് ഭയങ്കര ഇന്നസെന്റ് ആയിട്ട് ഒരു ഔട്ട്ലുക്ക് ആണ് കേട്ടത്. ഈ ഡോക്ടർ ലെവൽ ആ ഒരു ഇമേജും ഉണ്ട്. അതെ, അതായത് ആ ഇമേജ് പിന്നീട് കുഴപ്പമായി. അതെ, പിന്നെ എനിക്ക് പ്രശ്നമായി സത്യം, ഡെഫിനറ്റ്ലി. അപ്പൊ അങ്ങനെ അത് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നെ വിളിക്കുന്നത് നാളെ ജോയിൻ ചെയ്യാൻ വിളിക്കുന്നത്. ഞാൻ കുറച്ച് ചെറിയ ക്യാരക്ടർ ആയിരിക്കും വന്നത്, പക്ഷെ ഇത്രയും വലിയ പടമാണ് ഇത്രയും വലിയ ആർട്ടിസ്റ്റ്. അപ്പൊ ഇത്രയും പേരും ഞാൻ കുറച്ച് നല്ല പടമല്ലേ, ജസ്റ്റ് ഭാഗം സുഖിചേരൻ നല്ലൊരു വ്യക്തിയാണ്, അപ്പൊ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ പോയി നോക്കുമ്പോൾ ഈ ക്യാരക്ടറാണ് ഈ പടത്തിന്റെ പിവിറ്റ്സ്, അല്ലെങ്കിൽ അതിന്റെ സിനിമ കൊണ്ടുവന്ന ഈ ക്യാരക്ടറാണ്. അപ്പൊ അത് ഭയങ്കര ലക്കായിരുന്നു എനിക്ക്. അങ്ങനെ ഒരുപാട് ലക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യത്തെ 3-5. പക്ഷെ ഞാൻ അതൊന്നും ക്യാപിറ്റലൈസ് ചെയ്യാൻ മാത്രം സ്മാർട്ടിലായിരുന്നു. എനിക്ക് അറിയാം സിനിമ അന്ന് അറിയാതൊക്കെ സംഭവിച്ചതാണ്. ഈ പറഞ്ഞ വിജയങ്ങൾ അറിയാതെ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്കത് എങ്ങനെ യൂസ് ചെയ്യാം. ചട്ടക്കാരൻ എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും ഈ പറഞ്ഞ ഫസ്റ്റ് പടത്തെ എന്റെ അമ്മയായിരുന്നു, അമ്മേനൊക്കെ ആന്റി മാമിനെ റഫർ തന്നെ ചട്ടക്കാരിലേക്ക് ഞാൻ വരുന്നത്. അതും വേറെ ആൾ ചെയ്യേണ്ട ക്യാരക്ടറായിരുന്നു. അതിലേക്ക് ഞാൻ വന്നു. പിന്നെ അയാൾ ഞാൻ തമ്മിൽ തന്നെ ഞാൻ വളരെ ആക്സിഡന്റലി ലാജു സാറിന്റെ ഫംഗ്ഷൻസ് കണ്ടിരുന്നു. നിവിന്റെ കൊച്ചിന്റെ ബാപ്റ്റിസ്റ്റിന് ഞാൻ ലാജു സാറെ കണ്ടിരുന്നു. അവിടുന്ന് സാർ എന്നെ വിളിച്ചിട്ടാണ് ഞാൻ, അതും ഇതുവരെ പെട്ടെന്ന് ലാസ്റ്റ് മുതൽ ഞാൻ വേറെ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിളിച്ച് അങ്ങനെ അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരുപാട് നല്ല മൂവീസിന്റെ ഭാഗം സാധിച്ചു ആദ്യ കലങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഈ പറഞ്ഞ ലാക്ക് ഓഫ് എക്സ്പീരിയൻസും എക്സ്പോഷറും കാരണം എനിക്ക് അത് ക്യാപിറ്റലൈസ് ചെയ്ത് കേരള. എപ്പോഴാണ് ഏതൊരു മൊമെന്റ് എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞാനൊന്ന് പ്ലാൻ ചെയ്യണം എന്നുള്ളത്? എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? 3-4 years ആയില്ല. ആദ്യമൊക്കെ നമ്മൾ ഈ പറഞ്ഞ ഞാൻ വളരെ സാധാരണക്കാരനായ ആളാണ്, ഇപ്പോഴാണ്. അപ്പൊ അന്നൊക്കെ നമുക്കൊരു ഇൻകം അല്ലെങ്കിൽ നല്ല സോളിഡ് ഇൻകം ഒക്കെ വരുമ്പോൾ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഹാപ്പിനെസ് ആണ്. കാരണം നമുക്ക് ഇഷ്ടംപോലെ കാശായി ലാവിഷായി ഭയങ്കര നമ്മൾ അടിച്ചു കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് അങ്ങനെ പോയി. പിന്നെ നമുക്ക് പടങ്ങൾ ഡെഫിനറ്റ്ലി വരാതെയാവും. കാരണം ഒരു മൊമെന്റ് അവിടെ വരാതെയാവും. ആഫ്റ്റർ 5-6 പടം കഴിയുമ്പോൾ സ്ലോ ആവും. ആൾക്കാർക്ക് ഫേസ് ഒന്നും എടുത്തു തുടങ്ങുമ്പോൾ പിന്നെ നല്ല ക്യാരക്ടേഴ്സ് വരാതെ. ഇവിടെ ഞാൻ എടുക്കുന്ന എഫേർട്ട് വളരെ കുറവായിരുന്നു. ഞാൻ ഒന്ന് ചെയ്തു പോകാന്നുള്ള സീരിയസ് ആയിരുന്നില്ല. പിന്നെ എനിക്കൊന്നൊരു 3-4 years ആയിട്ടുണ്ട് ഞാൻ സിനിമയെ വളരെ സീരിയസ് ആയി കണ്ട് സിനിമയ്ക്ക് വേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങിയിട്ടാണ്. ഇപ്പൊ എനിക്ക് ഒന്ന് കുറച്ച് നല്ല നല്ല മൂവീസ്. അതിന്റെ ഭാഗമായിട്ടാണോ തമിഴിലേക്കൊക്കെ ഒന്ന് പോയി? തമിഴ് 2 മൂവീസ് ചെയ്തു, തെലുങ്കിൽ ഇപ്പോൾ 2 മൂവീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ ഞാൻ ചോദിച്ചാൽ പണ്ട് തമിഴിൽ അവസരങ്ങൾ വന്നിട്ട് പോകാൻ പറ്റാതെ ഞാൻ എന്റെ ലുക്ക് ഒരുപാട് മാറ്റിയായിരുന്നു ഈ അടുത്ത് കുറച്ചൊരു. ഇപ്പൊ എനിക്ക് ഒരുപാട് ഫിസിക്കലി ഒരുപാട് കുറച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഫേസ് ഒക്കെ ഒന്നും കൂടെ അങ്ങനെ വേറെ ഒന്നുമില്ല, ഞാൻ എക്സസൈസ് തന്നെ കുറെ ഒന്ന് മുഖമൊക്കെ ഒന്ന് മാറ്റി ഒരു ആ ചോക്ലേറ്റ് ഇമേജ് ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ സോഷ്യൽ മീഡിയ നേരത്തെ പറഞ്ഞ പോലെ തമിഴ് ഓഫേഴ്സ് വന്നിരുന്നു. ഇല്ല, എനിക്ക് ഇപ്പോഴാണ് വരുന്നത്. എനിക്കൊരു കഴിഞ്ഞ 3-4 years എനിക്ക് ഓഫീസ് ഒക്കെ 2 years ആയിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ തമിഴിലേക്ക് എന്നെ ആരോ റെഫർ ചെയ്താണ് ഇവിടുന്ന്. അത് അങ്ങനത്തെ ലുക്ക്, ഒരു മലയാളി ലുക്ക്, പൊതുവെ ഒരു ഇമേജ് ഉണ്ട് മലയാള ആൾക്കാർ ഭയങ്കര നല്ല ആർട്ടിസ്റ്റുകളാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു തമിഴ് പടം ഞാൻ ചെയ്തു. ആ പടം റിലീസായി. നമ്മുടെ കാർത്തിക് ഒക്കെ ഇല്ലേ, പഴയ ഇളവരസ് നായകൻ കാർത്തിക്, അദ്ദേഹത്തിനോട് ഞാൻ പടം ചെയ്തിരുന്നു. ആ സിനിമ റിലീസായി. പിന്നെ വേറെ മൂവി റിലീസായി, ഞാൻ നമ്മുടെ സോണിയ അഗർവാളും ഇംലാനൊക്കെ ആയിട്ട് അത് റിലീസായി. അപ്പം എനിക്കൊരു ബേസ് ആയി. അതൊന്നും വലിയ ക്യാരക്ടേഴ്സ് അല്ല, അത്യാവശ്യം നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു. പിന്നെ ഞാനിപ്പോൾ ഹീറോ ആയിട്ട് 2 മൂവീസും ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം നമ്മുടെ കലയരസൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ കലയരസനായിട്ട്. കുറേ ആർട്ടിസ്റ്റ് ഉണ്ട്, തമ്പിരാമയ്യ, അങ്ങനെ കുറേ തമിഴ് ഒരു നല്ല സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളുണ്ട് അതിനകത്ത്. ആ സമയം ഞാൻ ഹീറോ, കലൈ ഹീറോ ആണ്. പിന്നെ വേറെ മൂവി ഞാനും ധന്യ ബാലകൃഷ്ണൻ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, ലവ് ആക്ഷൻ. ഞാൻ പുള്ളിക്കാരുടെ ഒരു ചെറിയ ഹൊറർ ജോണറിൽ സാധനം ചെയ്തിട്ടുണ്ട്. ഞാനും പുള്ളിക്കാരും മെയിൻ ലീഡായിട്ട് 2 റിലീസ് നിൽക്കുകയാണ് ഇപ്പോൾ. പിന്നെ തെലുങ്കിൽ 2 മൂവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളത്തിൽ ഇപ്പോൾ 2 മൂവീസ് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മലയാളത്തിലേക്ക് ഒന്നും കൂടെ നല്ല പടങ്ങൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. കാരണം ഞാൻ കുറേ ചവർ പടം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ വേണ്ട, നല്ല കൂറായിട്ട് നമുക്ക് പെർഫോം ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ. ഹീറോ തന്നെ വേണമെന്നില്ല, എനിക്ക് ആക്ച്വലി ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ അതിനകത്ത് കുറച്ച് 316 ഞാൻ പോലും കണ്ടിട്ട് എനിക്ക് നല്ല ഇതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നത്. കണ്ട് എന്നെ വിളിക്കണോ എനിക്ക് ആഗ്രഹം. എന്റെ ലൈഫിൽ ഞാൻ മലയാളത്തിൽ അഭിനയിച്ച ഏറ്റവും നല്ല പെർഫോമൻസ് ഇതിലായിരിക്കും, സിനിമയായിരിക്കും. ഒരുപാട് ഷെയ്ഡ്സ് ഈ പടത്തിനകത്തുണ്ട് ചെയ്യാൻ. അപ്പോൾ എനിക്ക് ഒന്ന് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഞാൻ ആഗ്രഹം. ഒരുപാട് പടങ്ങൾ മലയാളത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ വേറൊരു പ്രശ്നം പറഞ്ഞത്, എല്ലാം കൂടി വരുമ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമുക്ക് എല്ലാ തോണിയിലും കാല് വെക്കാൻ പറ്റില്ല. പല ആളുകൾക്ക് അങ്ങനെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ജയറാം സാറൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ കാണുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒരു ടെൻഷനാണ്. അവിടെയും ഒരു പ്ലാൻ ചെയ്യണം. അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പരിപാടി ഞാൻ അങ്ങനെ സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. നല്ല ക്യാരക്ടേഴ്സ് സിനിമ ചെയ്യാൻ ഒരുപാട് അങ്ങനെ സിനിമയിലെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ നല്ല പടങ്ങൾ ചെയ്യാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്നെ തന്നെ എന്റെ ഏറ്റവും ബെസ്റ്റ് ഫിസിക്കലും ലുക്കിലും കീപ്പ് ചെയ്യാൻ ഞാൻ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഇനി എന്തായാലും വേറൊരു ടേണിംഗ് പോയിന്റ് വരട്ടെ. ഓക്കെ. അപ്പൊ എന്തായാലും ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എറിക്ക് ഈ പറഞ്ഞ പോലെ, എറിക്ക് ഒറ്റ വാക്കിൽ ഒറ്റ വരിയിൽ എറിക്ക് എന്താണ്?
ഏറെക്കൊരു ഫാമിലി എലമെന്റ്സ് ഉണ്ട്, കുറച്ച് ത്രില്ലർ ഉണ്ട്, ചെറിയ ഹൊറർ ഉണ്ട്. ഹൊറർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന അങ്ങനത്തെ ഹൊറർ ഒന്നുമില്ല. നല്ല പ്രേതമാണ്, വളരെ പോസിറ്റീവ് പ്രേതമാണ്. അപ്പൊ നമുക്ക് ഈ കാണുന്ന പ്രേക്ഷകന് ഈ പ്രേതം അങ്ങനെ ചെയ്യണം എന്ന് തോന്നും. അങ്ങനത്തെ പ്രേതമാണ്. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന പ്രേതമല്ല. ചുമ്മാ ഒരു നമ്മുടെ ഈ ഇംഗ്ലീഷ് സിനിമയിൽ കാണുന്ന ഭയങ്കര ഹൊറർ അങ്ങനത്തെ അല്ല. ഇതൊരു ക്യൂട്ടായിട്ടുള്ള നമ്മളെ ഡെലുലു അല്ല, എന്നാൽ അതിന്റെ ഒരു വേറെ വേർഷനാണ്. നല്ല പോസിറ്റീവ് ഒരു ഹൊറർ സിനിമയാണ്. നല്ല എലമെന്റ്സ് ഉണ്ട്. എന്റെ പേഴ്സണലി എന്നെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലും ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. കുറെ പെർഫോമൻസ് സ്കോപ്പുകളുണ്ട്. പിന്നെ ശങ്കർ സാറിന്റെ ഒരു വ്യത്യസ്തമായ ഡയറക്ഷനാണ്. എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, പ്രാർത്ഥിക്കണം. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.